െല്ലാം സജീവമാക്കി. ഇവിടെ വന്നവരുടെ പരിക്കൊക്കെ എങ്ങനെയാണ്? ഇവിടെ വന്നവരുടെ പരിക്ക് അപകടകരമാവുന്ന അവസ്ഥയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ മറുപടി. അവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും ഡോക്ടർമാർ നൽകുകയാണ്. ഞാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കളക്ടർ അടക്കമുള്ള എല്ലാ പേരും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ഒരു മാക്സിമം എന്ന് അറിയാമോ? പ്രാഥമികമായി DYSPയോട് ചോദിച്ചാലേ എനിക്ക് അറിയാൻ പറ്റും. കിട്ടിയ വിവരം അനുസരിച്ച് നല്ല റോഡാണ്, നല്ല വാഹനം നല്ല സ്പീഡായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റു വിവരങ്ങൾ എനിക്ക് അന്വേഷിച്ചിട്ടേ പറയാൻ കഴിയൂ. ഡ്രൈവറെ നമുക്കിതുവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഡ്രൈവർ അവിടെ ഹോസ്പിറ്റലിലും DYSP കണ്ടതായിട്ട് പറഞ്ഞില്ല. ഇവിടെ തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഈ ഒരു അപകടാവസ്ഥയിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടേ പറയാൻ കഴിയും. 49 പേര് മൊത്തം വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 26 പേര് ഇവിടെ 25, അവിടെ 7 പേര്. ബാക്കിയുള്ളവർ നെടുമങ്ങാട് ഹോസ്പിറ്റലിലുണ്ട്. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരാൾ മരണപ്പെട്ടു, ദാസിനി എന്ന് പറഞ്ഞാൽ 61 വയസ്സുള്ള ഒരു ലേഡി. മറ്റ് ആരും തന്നെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ ഇല്ല. ഒരുവിധമുള്ളവരെല്ലാം ഇനി അയക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഡോക്ടർ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ നൽകുന്നുണ്ട്. അപകടകരമാവുന്ന അവസ്ഥ പറയാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഒരു വിഷയവും ഇവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടില്ല. അങ്ങനൊരു അവസ്ഥ ഇതുവരെ പോലീസോ ഡോക്ടേഴ്സോ പറഞ്ഞില്ല. ഇതുവരെ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ബസ് മറിയുന്ന അവസ്ഥ. ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ആരും തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞില്ല. ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. 25 ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. അവരുടെ തലയ്ക്കും കാലുകൾക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. സ്റ്റെഫിൻ, അവിടെയുള്ള ആളുകളുടെ നില അത്ര ഗുരുതരമല്ല, ആശ്വാസകരമാണ് എന്നൊരു വാർത്തയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും അപകടനില ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ SITയിലേക്കൊക്കെ കൊണ്ടുവന്നവർ തരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ കാഷ്വാലിറ്റി അകത്ത് പോയി ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഔദ്യോഗികമായി അറിയിക്കുന്നത്. 26 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. അതോടൊപ്പം തന്നെ 7 പേർ SIT ആശുപത്രിയിലെ കുട്ടികളാണ്. ചില നാട്ടുകാരുടെ പ്രതികരണം കൂടി കേൾക്കാം. ബസ് പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 25 ആളുകൾ ഉണ്ട്. അവരുടെ നില ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആളുകൾക്ക് തലയ്ക്കും കാലുകിനും ഒക്കെ പരിക്ക് ഏറ്റിട്ടുണ്ട്. സ്റ്റെഫിൻ, പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതേപോലെ തന്നെ ഇനി ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, അതായത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനും സാധ്യതയില്ല എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അതെ ജയലക്ഷ്മി, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അവർക്ക് ഒടിവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എങ്കിൽ പോലും ആരുടെയും ജീവൻ അപകടമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത്. മന്ത്രിയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും എല്ലാം കാഷ്വാലിറ്റിക്കകത്ത് പോയി അവരെല്ലാം തന്നെ സന്ദർശിച്ചിരുന്നു, അവരെല്ലാം തന്നെ കണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവരോട് തിരക്കി. അതോടൊപ്പം തന്നെ കൂടുതൽ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കാഷ്വാലിറ്റിയാണ്, രാത്രി സമയമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്താറുള്ളതാണ്. എങ്കിൽ പോലും ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.